ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ എൻ്റെ ഹോസ്റ്റലിലെ പെട്ടി പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നേ. അപ്പം അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങളുണ്ട്. അതായത് അതിൻ്റെ ട്രോളി ബാഗിനകത്തുള്ള കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. അത് ഷോർട്സ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. അപ്പം ഈ ഒരു സൈഡ് ഫുൾ എൻ്റെ ഡ്രസ്സുകളാട്ടോ. ഇതെൻ്റെ സാരിയാണ്. പിന്നെ ഈ കവറിനകത്ത് ഫുള്ള് വീട്ടിലിടുന്ന നൈറ്റ് ഡ്രസ്സ് പോലത്തെ അങ്ങനത്തെയൊക്കെ. ഈ ഒരു സൈഡ് ഫുള്ള് ഡ്രസ്സുകളായതുകൊണ്ടാട്ടോ അങ്ങനെ അധികം കാണിക്കാത്ത. പിന്നെ ഇതെൻ്റെ ഫോണിൻ്റെ പെട്ടിയാട്ടോ. അപ്പം അതെൻ്റെ ഫോണിൻ്റെ കവറാണ്. അപ്പം അതിനകത്തിപ്പോൾ തൽക്കാലം ഞാൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെഡ്സെറ്റിൻ്റെ ഇയർബഡിൻ്റെ കുറച്ച് ഈ അകത്തുള്ള ബഡ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ സ്പെയർ ആയിട്ടുള്ള കുറേ ഉള്ള കേട്ടോ. പിന്നെ ഇതെൻ്റെ ഫോണിൻ്റെ കവറാണ്. ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എങ്ങാനും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ എന്നോർത്തങ്ങ് എടുത്തേക്കുന്ന. ഇതെൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ കുറേ സ്ട്രാഫുകളാട്ടോ. അത് പല പല കളേഴ്സുണ്ട്. അപ്പം അതെല്ലാം എടുത്തിട്ടുണ്ട്. എങ്ങാനും ഡ്രസ്സ് മാറി മാറി ഇടുമ്പോൾ ഇടാമല്ലോ. ഞങ്ങൾക്ക് കോളേജിൽ യൂണിഫോം ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ ചാർജറാട്ടോ അത്. അപ്പം യൂണിഫോം ഇല്ലാത്തത് കൊണ്ട് ഫുൾ ടൈം കുർത്തിയാണ്. അപ്പം ഇഷ്ടമുള്ള കളർ അനുസരിച്ച് മാറിയിടാം. പിന്നെ എന്ത് ഡ്രസ്സ് ഇട്ടാലും കൂടെ ഷോൾ ഇടണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് കുറേ ഷോളുകളുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ പഴയതൊക്കെ തന്നെ കേട്ടോ. പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടുന്നത് കൊണ്ട് അത്യാവശ്യം ഷോളുകളുണ്ട്. അപ്പം ഒരു 5-6 ഷോൾ എടുത്തിട്ടുണ്ട്. കാരണം മാറി മാറി ഇടണമല്ലോ. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ സെറ്റ്, പിന്നെ ഒരു സ്പ്രേ. ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു സ്പ്രേ, അത് തീരാറായിട്ടുണ്ട്. അതാണ് ഞാൻ ഇതെടുത്ത് വെച്ചത്. പിന്നെ ഇതെൻ്റെ കണ്ടീഷണറാട്ടോ. ലോറിയൽ പാരിസിൻ്റെ എന്തോ സ്പാ പോലത്തെ കണ്ടീഷണറാണ്. പിന്നെ ഇത് ഫുള്ള് വീട്ടിലിടുന്ന ഡ്രസ്സും അത്യാവശ്യം പുറത്തിടുന്ന ലെഗിൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ. ഇത് ഡ്രസ്സൊന്നും ഒത്തിരി ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഇതൊക്കെ ഇനി വെക്കണം. ഇതിനകത്ത് ചിലതൊന്നും ഞാൻ കൊണ്ടുപോകുന്നു കൂടിയില്ല. എല്ലാം 2-3 ആഴ്ച മുമ്പ് ഇങ്ങനെ എടുത്തങ്ങ് വെച്ചതാണ്. അപ്പം അതെല്ലാം ഇതിനകത്ത് ഇരിക്കും. ഇതെല്ലാം മാറ്റിയിട്ട് വേണം അത്യാവശ്യമുള്ളതൊക്കെ എടുക്കാൻ. ഈ വൈറ്റ് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എൻ്റെ യൂട്യൂബിലെ പ്രൊഫൈൽ പിക്ചറിൽ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് അത്. പിന്നെ ഈ എടുക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. അന്ന് എന്തോ എല്ലാം കൂടെ എടുത്തങ്ങ് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചപ്പോൾ ആ കൂടെ അങ്ങ് വെച്ചതാണ്. ഇതൊരു പ്ലെയിൻ കവർ. അങ്ങനെ ഈ സൈഡ് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിലാണ് ഒട്ടുമിക്ക സ്റ്റേഷനറി പോലത്തെ സാധനങ്ങളൊക്കെ. ആദ്യമേ തന്നെ ഒരു ഓർഗനൈസേഴ്സ് ആട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് 6 എണ്ണത്തിന് 60 രൂപ അങ്ങനെ എനിക്ക് ഓഫറിന് കിട്ടിയതാട്ടോ. ഇത് 6 പീസ് ഉണ്ട്. 6 എണ്ണവും കൂടെ എനിക്ക് 60 രൂപയ്ക്കാണ് കിട്ടി. ഞാനിതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടായിരുന്നെന്ന് തോന്നുന്നു. ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. പിന്നെ ഇത് സോപ്പ് അത്യാവശ്യമാണല്ലോ. 2-3 സോപ്പുണ്ട് അതിനകത്ത്, എവിടെയൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുള്ള് എന്താ പറയുക, ഈ തലയിൽ കുത്തുന്ന ബുഷും ക്ലിപ്പും അങ്ങനത്തെ കുറേ സംഭവങ്ങളാട്ടോ. ഞാനതൊന്നും തുറക്കുന്നില്ല. കാരണം എല്ലാം എടുത്ത് വലിച്ച് താരിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അതുകൊണ്ട് ഒത്തിരി അങ്ങെടുത്ത് തുറക്കുന്നില്ലേ. ഇത് ഫുള്ള് സ്ക്രഞ്ചീസ്, തലയിലിടുന്ന സംഭവങ്ങളൊക്കെ തന്നെ, വേറൊന്നുമല്ല. പിന്നെ ക്ലിപ്പ് അത്യാവശ്യം ആവശ്യമുണ്ട്. കാരണം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം ക്ലിപ്പ് ഒത്തിരി വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നേ. പിന്നെ ഇതെനിക്ക് എൻ്റെ അമ്മ കൊണ്ടുവന്ന് കീ ചെയിൻ കേട്ടോ. എനിക്കത് ഉപയോഗിക്കാൻ തോന്നുന്നില്ല. ഞാനത് ഇതിങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുക. ഇങ്ങനെ സാധനങ്ങൾ കിട്ടിയിട്ട് ഉപയോഗിക്കാൻ തോന്നാതെ ഇങ്ങനെ മാറ്റി വെക്കുന്ന അസുഖം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് ഫുള്ള് സ്ക്രഞ്ചീസാണ്. എനിക്ക് സ്ക്രഞ്ചീസൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അത് കുറച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. ഞാനത് എടുക്കാൻ മറന്നുപോയി. അത് തിരിച്ചടത്തന്നെ വെച്ചേക്കാം, ഇല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് മറന്നു. പിന്നെ ഒരു 2 പാക്കറ്റ് ടിഷ്യൂ ഉണ്ട്. കാരണം പിന്നെ പറയാവേ. പിന്നെ 2 ബുഷുണ്ട്. 2 പെട്ടി ബുഷുണ്ട്. കാരണം മുടി അത്യാവശ്യം ഞാൻ 2ആയിട്ട് പിന്നിയിട്ടൊക്കെ വൈകിട്ട് കിടക്കണം. അപ്പം ബുഷ് ചെറുതൊക്കെ ഒത്തിരി അത്യാവശ്യം വരും. പിന്നെ ഇത് വാച്ചിൻ്റെ പെട്ടിയാണ്. പക്ഷേ അതിനകത്ത് ഏതോ ഒരു മാല ഇരിക്കുന്നത്. ഇതെനിക്ക് അമ്മ കൊണ്ട് തന്നതാണ്. കാരണം എങ്ങാനും ഒരു പരിപാടിക്കൊക്കെ ഇടാമല്ലോ എന്ന് ഓർത്തിട്ട്. ഇതൊന്നും ഞാൻ ഇടാൻ പോകുന്നില്ല. പിന്നെ ഇരിക്കട്ടെ, അത്യാവശ്യം വന്നാലോ. മാലയും അതിൻ്റെ തന്നെ കമ്മലാട്ടോ. പിന്നെ ഹൈലൈറ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹൈലൈറ്ററൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നത് ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു സോപ്പ്, വീണ്ടും ഒരു സോപ്പ്. ഈ ഹൈലൈറ്ററും കൊണ്ടൊക്കെ ഇങ്ങനെ പല പല കളേഴ്സിൽ അടയാളപ്പെടുത്തി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രെയിറ്റ്നറാട്ടോ. അപ്പം ഇങ്ങനെ ഒരു പേജിലിങ്ങനെ പല പല കളേഴ്സ് പഠിക്കാൻ തന്നെ തോന്നും അങ്ങനെ. അപ്പം ഇതിനകത്ത് ഫുള്ള് ഈ ചപ്പൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഇത് ഞാൻ ഹോസ്റ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ചപ്പലാണ്. പിന്നെ കുറേ ചെരുപ്പുകളൊക്കെ ഇനി എല്ലാം ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് കൊണ്ട് അതൊന്നും ഞാനങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് മറ്റേ പെഡിക്യൂർ സെറ്റാണ്. ഇതും അമ്മ കൊണ്ടുവന്നേരം ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഒരു ഷേവിങ് സെറ്റും, പിന്നെ നെയിൽ കട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കേട്ടോ.
പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ബോഡി ലോഷനാണ് ഞാൻ വാസലിൻ്റെ അതാട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതെനിക്ക് ആൻറ്റി കൊണ്ടുവന്ന പൗച്ചാട്ടോ. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഇതെൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വലുതായിട്ട് ഉപയോഗിക്കാറുമില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം മാത്രം എല്ലാ സാധനങ്ങളും ഇട്ടുകൊണ്ട് പോകാനായിട്ടോ ഈ പൗച്ച് ഉപയോഗിക്കുന്നത്. അതിനകത്തും ഫുള്ള് കമ്മലും സ്ലൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. വേറെ അങ്ങനെ എല്ലാത്തിനകത്തും ഇങ്ങനെ ക്ലിപ്പും സംഭവങ്ങളൊക്കെ. നമ്മൾ പെണ്ണുങ്ങളല്ലേടാ, അപ്പോൾ ഇതൊക്കെ കാണുമല്ലോ, അങ്ങനെയൊക്കെ. അത് ഫുള്ളിങ്ങനെ കെട്ടുപിടിച്ച് കിടക്കുകയായിരുന്നു. കുറേ നാൾ മുമ്പെങ്ങാണ്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് അനക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വെച്ചു. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോഡി ക്രീമായിരുന്നു. ഇത് നല്ല മണം. ഇത് ഷിയ ബട്ടറിൻ്റെ വിപ്പ്ഡ് ബോഡി ക്രീം അങ്ങനെ എന്തോ ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഒരു പെട്ടി ഞാൻ ഉപയോഗിക്കാത്തത് വേറെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് പ്ലക്കറും പിന്നെ 2-3 സേഫ്റ്റി പിന്നൊക്കെ കേട്ടോ. ഇതാണ് മെയിൻ സംഭവം. ഇതിനകത്താണ് എൻ്റെ ആയുധങ്ങളെല്ലാം. ഒരു ഫെവിക്കോള്, പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ്. ഇതൊക്കെ ഞാൻ വേറെ എന്തോ ആവശ്യത്തിന് മേടിച്ചാട്ടോ. അതൊക്കെ എന്നിട്ട് അവസാനം കൊണ്ടുപോവുക. പിന്നെ അങ്ങനെ തന്നെ വേറൊരു കവറുണ്ട്, അതെന്താണെന്ന് കാണിക്കാതെ. പിന്നെ എനിക്ക് ഫാബ്രിക് പെയിൻ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ഞാനത് എപ്പോഴും പെയിൻറ്റ് ചെയ്യും. പിന്നെ വീണ്ടും ഒരു ഫെവിക്കോള് അതിനകത്ത് ചിലതിനകത്തൊക്കെ പകുതിയുള്ളേ. പിന്നെ ഇത് ഓയിൽ പാസ്റ്റലിൻ്റെ ക്രയോൺ പോലത്തെ സംഭവമാണ്. പിന്നെ ഇത് സാധാരണ ക്രയോണിൻ്റെ കുറച്ച് വലുത്, പിന്നെ ഒരു ചെറിയ ക്രയോൺ. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് ചിലതിനകത്തൊന്നും ഇല്ല, പിന്നെ അതൊക്കെ ഉള്ളതങ്ങ് എടുത്തു. പിന്നെ ഇതൊരു ഫെവി ബോണ്ട്, കാർഡ്ബോർഡൊക്കെ ഒട്ടിക്കാനായിട്ട് ഫെവി ബോർഡ് അടിപൊളിയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്ന പള്ളിയിൽ എന്തോ ആവശ്യത്തിന് ഞങ്ങളെല്ലാവരും കൂടെ മേടിച്ചപ്പം ബാക്കി വന്നതെല്ലാം ഞാനങ്ങ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലായിരുന്നു ഇതൊന്നും ചെയ്ത്, പിന്നെ അതങ്ങ് എൻ്റേതാണല്ലോ. പിന്നെ ഇതിനകത്ത് ഫുള്ള് ആക്രിലിക് പെയിൻറ്റും മറ്റേ ഒരു ഗിൽറ്റർ പോലത്തെ ഒരു സംഭവം കേട്ടോ. പിന്നെ ആ കോഡും അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു ആഭരണപ്പെട്ടി എന്നൊക്കെ വേണം പറയാം. ഇതിനകത്തും ഫുള്ള് തലയിൽ കുത്തുന്ന ക്ലിപ്പും ബോയ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ സീൽ ചെയ്ത് ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചതാണ്, പിന്നെ തുറക്കാൻ. ഇതൊക്കെ അകത്തെന്താണെന്ന് കാണിക്കാം. ഞാൻ ഹോസ്റ്റലിൽ ചെന്നിട്ട് പെട്ടി പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ അതിനകത്ത് ഞാനെല്ലാം കാണിക്കാവേ. ഈ പെട്ടിക്കകത്ത് ഞാൻ ഡിയോഡ് ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഒരു മറ്റേ സ്ക്രബ്ബറൊക്കെയാണ്. അതിൻ്റെ വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഞാൻ അൺബോക്സിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പെയിൻറ്റിങ് ബ്രഷും അങ്ങനത്തെ 2-3 ക്ലിപ്പൊക്കെയാണ്. പിന്നെ ഈ പൗച്ച് എനിക്കെൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ. പിള്ളേരുടെയാണ്, അവർക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നു. പിന്നെ ഇതിനകത്ത് കുറച്ച് വാഷിംഗ് ടേപ്സും, ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല, പിന്നെ കൈ വെച്ചേക്കുന്നു. പിന്നെ ഇതെനിക്കൊരാളെ ഗിഫ്റ്റ് തന്നു കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാം. ഇത് വെച്ച് ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് ഗെയിം കളിച്ചിട്ട് സൗണ്ട് കേട്ടിട്ട് ടീച്ചർ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്കും പിന്നെ വേറെ 2 പേർക്കും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ +1 +2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, അവർക്കും ഉണ്ട് ഇതിൻ്റെ 2 പിന്നെ ഈ മാതാവിൻ്റെ പ്രെയർ എൻ്റെ പൗച്ചിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. കാരണം അത് അവിടെ ചെന്നിട്ട് ഇനി എനിക്ക് എൻ്റെ പൗച്ചിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ പൗച്ചിനകത്ത് വെച്ച്. പിന്നെ ഇതിനകത്ത് കുറച്ച് സ്പ്രേ ബോട്ടിലും ഈ എണ്ണയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് ബോട്ടിൽ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്കൊന്ന് 5 എണ്ണത്തിന് 90 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. പിന്നെ ഇതെൻ്റെ കാജൽ, ഞാൻ ഉപയോഗിക്കുന്ന ഹിമാലയയുടെ ഒരു കാജലാണ്. വേറൊരു കാജൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വരുമ്പം ഞാൻ ഉപയോഗിച്ച് കാണിക്കാവേ. പിന്നെ അതിനകത്ത് 2-3 ക്ലിപ്പ് ഉണ്ടായിരുന്നു, നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. ഇത് സ്റ്റുഡിയോ ഒരു വികാരമാണല്ലോ. സ്റ്റുഡിയോയുടെ ഒരു നെയിൽ പോളിഷ് ഉണ്ട്. അതിനകത്ത് അത്രേ ഉള്ളൂ. പിന്നെ ഹോസ്റ്റലിലെ പെട്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യമുള്ളതൊന്നും ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനിയും ഞാൻ 2-3 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിടാനുമുണ്ട്. അതൊക്കെ വന്നിട്ട് വേണം എല്ലാം കൂടെ ഒതുക്കിപ്പെറുക്കി വെക്കാൻ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്കിഷ്ടമുള്ള ക്രീമാണ്. ഇത് ഉപയോഗിക്കാത്തതായിട്ട്, ഇതിനിപ്പോൾ എനിക്ക് ഉപയോഗിക്കണം. ഇതിനിപ്പോൾ അവിടെ ചെന്നിട്ട് പൊട്ടിക്കാമെന്ന് വെച്ചു. ഇവിടെ നിന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ മെനക്കേടാം. ഇതാ ഷിയ ബട്ടറിൻ്റെ വിപ്പ്ഡ് ബോഡി ക്രീമാട്ടോ. നല്ല മണമാണ് ഇതിന്. അതിനകത്ത് അത്രേ ഉള്ളൂ. അങ്ങനെ പെട്ടി ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.